ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യം. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു, താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു എന്ന വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളോട് പറയുകയാണ്, എപ്പഫ്രൊദിത്തോസിനെ കുറിച്ചും നിങ്ങൾ വളരെ വ്യസനിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് അവന് നിങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടും അവനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എപ്പഫ്രൊദിത്തോസിന് രോഗം പിടിപെട്ടപ്പോൾ മരിപ്പാനായി കിടക്കുന്നു എന്നുള്ള വാർത്ത ഫിലിപ്പിയ വിശ്വാസികൾക്ക് വളരെ വ്യസനത്തിന് കാരണമായി തീരുകയും ആ തലങ്ങളിൽ തന്നെ കാണണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു എന്നും അവരുടെ വ്യസന നിമിത്തം ദൈവം അവരോട് കരുണ കാണിക്കുകയും എപ്പഫ്രൊദിത്തോസിനെ ദൈവം സൗഖ്യമാക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു എന്നുള്ള വാക്യമാണ്. ശമൂവേലിന് എഴുതിയ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ എൽക്കാന ഹന്നയെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. സ്വന്തം സഹോദരി അടക്കമുള്ള ആളുകളുടെ അപമാനങ്ങളുടെ മുന്നിൽ നിന്ദാപാത്രമായി നിൽക്കുന്ന ഹന്ന അവളുടെ ഹൃദയം മുഴുവനും വ്യസനം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അവളെ ആഴമേറി സ്നേഹിക്കുന്ന എൽക്കാന അവളോട് ചോദിക്കുന്ന ചോദ്യമാണ് 1 ശമൂവേൽ 8-ാം വാക്യത്തിൽ പറയുന്നത്. ഇവിടെ ഹന്നയുടെ ജീവിതത്തെ നോക്കിയാൽ എപ്പഫ്രൊദിത്തോസിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നിമിത്തം ഫിലിപ്പിയിലെ വിശ്വാസികളെ നോക്കിയാലും മനോവ്യസനം കൊണ്ട് അവർ ഭാരപ്പെടുകയും ആ തലങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ചെയ്തപ്പോൾ സർവശക്തിയുള്ള ദൈവം അവരുടെ വ്യസനം മാറ്റുകയും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ തക്ക തലങ്ങളിൽ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ രോഗങ്ങളുടെ മുൻപിലും ജീവിതത്തിൻ്റെ നന്മകളില്ലാത്തതിൻ്റെ മുന്നിലും ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ മുന്നിലും മറ്റുള്ളവർ നമ്മെ വ്യസനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും വ്യസനം നിറഞ്ഞ് നാം ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നവരായിട്ടല്ല, ആ സങ്കടവേളകളിലും നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഫിലിപ്പിയ വിശ്വാസികളെ പോലെ ഹന്നയെ പോലെ ദൈവസന്നിധി നിലവിളിക്കുന്നു എങ്കിൽ നമ്മുടെ വ്യസനം മാറ്റി നമ്മെ സന്തോഷമുള്ളവരാക്കി തീർക്കുമെന്നുള്ള
ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാൻ കഴിയും എന്ന് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള പിതാവേ, നല്ല കർത്താവേ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും വ്യസനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ വ്യസനങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാനും പ്രാർത്ഥിപ്പാനും ദിവ്യമായ ദൈവിക സന്തോഷം അനുഭവിക്കുവാനും അവർക്ക് ഭാഗ്യം നൽകണമേ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണ എല്ലാവരുടെ മേലിലും ദൈവത്തിൻ്റെ കരുണ നൽകണമേ. എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.